അതുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രി കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, ലക്ഷ്മണരേഖ ലംഘിക്കരുത്. അത് നമ്മുടെ വീട്ടിലുള്ളവർക്കും ബാധക, മകൾക്കും ബാധകാണ്, മകനും ബാധകാണ്, അച്ഛനും അമ്മയ്ക്കും പ്രസിഡന്റിനും സെക്രട്ടറിക്കും ട്രഷറർക്കും മന്ത്രിക്കും MLAക്കും MP ക്കും ബാധകമാണ്. ലക്ഷ്മണരേഖ ലംഘിക്കരുത്. ഇപ്പൊ 14 വർഷം കാട്ടിലൂടെ നടന്ന രാമൻ കണ്ടും കേട്ടും ചർച്ച ചെയ്തും പഠിച്ച് അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അന്ത്യത്തില് സീതാദേവി നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു കരഞ്ഞു. എന്ത് മനസ്സിലായി അതിൽ നിന്ന്? ഈ ലോകത്തില് ഈശ്വരൻ തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചാലും, ഈശ്വരൻ തന്നെ മനുഷ്യനായിട്ട് അവതാരമായിട്ട് ഭൂമിയിൽ ജനിച്ചാലും, ആ അവതാരത്തിന് മനുഷ്യനുള്ള വികാര വിചാരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ദുഃഖം വരുമ്പോൾ, എനിക്ക് സന്തോഷം വരുമ്പോൾ, എനിക്ക് വേദന വരുമ്പോൾ, എനിക്ക് ഭയം വരുമ്പോൾ, എനിക്ക് പരാജയ ബോധം വരുമ്പോൾ, എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അപകർഷതാ ബോധം വരുമ്പോൾ ഓർമ്മിക്കുക, എനിക്ക് മാത്രമല്ല നെഗറ്റീവ് ഉള്ളത്, ലോകത്തിലെ എല്ലാവരും നെഗറ്റീവ് അനുഭവിക്കുന്നവരാണ്. സത്യസായി ബാബ പറഞ്ഞതുപോലെ ഹാപ്പിനെസ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ ടു സോറോസ്. 2 ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇടവേളയാണ് സന്തോഷം. 2 ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇടവേള മാത്രമാണ് സന്തോഷം. ആ സന്തോഷം വരും, അത് പോകും. ഈ ലോകത്തിലെ ഒന്നും പെർമനന്റ് അല്ല. ഈ ലോകത്തിലെ ഒന്നും പെർമനന്റ് അല്ല. ഈ ലോകത്തില് പെർമനന്റ് ആയിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. അത് ഈ ലോകത്തിൽ പെർമനന്റ് ആയിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. അത് ഈ ലോകത്തിലുള്ളതെല്ലാം ടെമ്പററി ആണെന്നുള്ളതാണ് പെർമനന്റ് ആയിട്ടുള്ളത്. ഈ ലോകത്തിലുള്ളതെല്ലാം ടെമ്പററി ആണെന്നുള്ളതാണ് പെർമനന്റ് ആയിട്ടുള്ളത്. അപ്പോ ആ സീതാദേവി നഷ്ടപ്പെട്ടപ്പോൾ ശ്രീരാമൻ കരഞ്ഞു. ആ കരച്ചില് അത് ശ്രീരാമനെ തളർത്തിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖവും നിങ്ങളെ തളർത്തരുത്. ഇത് ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുകയല്ല, നിർദ്ദേശിക്കാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിർദ്ദേശിക്കുന്നു. ഓർമ്മിക്കുക, ഒരു ശാപമാണ് പരീക്ഷിത്ത് മഹാരാജാവിന്റെ മനസ്സ് അടിമുടി മാറ്റിയത്. ശമീക മഹർഷിയുടെ പുത്രൻ ശൃംഗി ഗവിജാതൻ, എന്റെ അച്ഛന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടവൻ 7-ാം ദിവസം, 7 ദിവസത്തിനകം 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കും. ആ ദുഃഖമാണ്, ആ ഭയമാണ്, ആ വേദനയാണ് അഭിമന്യു പുത്രനായ പരീക്ഷിത്തിനെ, പാണ്ഡവകുലജാതനായ പരീക്ഷിത്തിനെ ജീവിത സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ കാരണമായത്. ആ ശാപമുള്ളത് കൊണ്ടാണ്, ആ ശൃംഗിയുടെ ശാപം പരീക്ഷത്തിന് കിട്ടിയത് കൊണ്ടാണ് ഈ മഹാഭാഗവതം എന്ന ഗ്രന്ഥമുണ്ടായതും ഞാനും നിങ്ങളും ഇതിനകത്തിപ്പ ഇരിക്കുന്നതും. ആ ശാപം അന്നില്ലായിരുന്നു എങ്കിൽ ഭാഗവതമില്ല, എന്റെ പ്രഭാഷണം കഴിഞ്ഞ് അന്നദാനവുമില്ല. ഓർമ്മിക്ക, ആ പക്ഷിയെ വേടൻ അമ്പെയ്ത് താഴെ ഇട്ടില്ലായിരുന്നു എങ്കിൽ 24,000 ശ്ലോകങ്ങളുള്ള രാമായണമില്ല. അതുപോലെ കൈകേയിയെ ദശരഥൻ യുദ്ധത്തിന് കൊണ്ടുപോയില്ലായിരുന്നു എങ്കിൽ ശ്രീരാമൻ കാട്ടിലേക്ക് പോവേണ്ട ആവശ്യം വരില്ല. കൈകേയിയുടെ മനസ്സ് മന്ദരം മാറ്റിയില്ലായിരുന്നു എങ്കിൽ ശ്രീരാമൻ അടുത്ത ദിവസം യുവരാജാവായി അഭിഷിക്തനാകുമായിരുന്നു. ശ്രീരാമൻ രാജാവായാൽ 1 വർഷം കഴിയുമ്പോൾ രാമന്റെ മന്ത്രിസഭയുടെ 1-ാം വാർഷികം
10 വർഷം കഴിയുമ്പോൾ രാമന്റെ മന്ത്രിസഭയുടെ 10ാം വാർഷികം, 25 വർഷം കഴിയുമ്പോൾ രാമന്റെ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി, 50 വർഷം കഴിയുമ്പോൾ ഗോൾഡൻ ജൂബിലി, 75 വയസ്സ് വരെ രാമൻ ജീവിച്ചിരുന്നാൽ പ്ലാറ്റിനം ജൂബിലി. അത് കഴിഞ്ഞ് മാതൃഭൂമിയുടെ 8ാമത്തെ പേജിൽ ഒരു വാർത്ത വരും, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ശ്രീരാമൻ ഇഹലോകവാസം വെടിഞ്ഞു. ഇത്രയും ചേർത്തൊരു പുസ്തകം എഴുതിയാൽ രാമായണം എത്ര ഉണ്ടാവും? കൂടി വന്നാൽ 5 പേജ്. ഇപ്പൊ രാമായണം എത്രയുണ്ട്? 930 പേജ്, 24,000 ശ്ലോകം. അപ്പോ രാമായണം എന്ന ഗ്രന്ഥം ഉണ്ടാക്കിയത് ആരാണ്? ആ പക്ഷിയെ അമ്പെയ്ത വേടൻ. ആ പക്ഷിയെ അമ്പെയ്ത വേടനാണ് രാമായണം ഉണ്ടാക്കിയത്. മാത്രല്ല, ദശരഥൻ കൈകേയിക്ക് കൊടുത്ത വരമാണ് രാമായണം ഉണ്ടാക്കിയത്. ആ കൈകേയി തനിക്ക് ഈ വരം ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞതാണ് രാമായണം ഉണ്ടാക്കിയത്. ആ കൈകേയിയുടെ കൂട്ടുകാരിയായ മന്ദരയാണ് രാമായണം ഉണ്ടാക്കിയത്. ആ രാമൻ കാട്ടിലേക്ക് പോയി സീതയെ രാവണൻ അപഹരിച്ചത് കൊണ്ടാണ് രാമായണം ഉണ്ടായത്. എന്തു മനസ്സിലാക്കി ഇതിൽ നിന്ന്? ജീവിതത്തിൽ നെഗറ്റീവുകൾ ഉണ്ടാവുമ്പോൾ ആ നെഗറ്റീവുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗം ജനത. ജീവിതത്തില് നെഗറ്റീവുകൾ ഉണ്ടാവുമ്പോൾ ദോസ് ഹു ആർ ഡിസ്കസിങ് അബൌട്ട് ദ നെഗറ്റീവ്സ്. രണ്ടാമത്തെ വിഭാഗം നെഗറ്റീവുകൾ ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ജനത. നെഗറ്റീവുകൾ ഉണ്ടാവുമ്പോൾ അതിനെ പോസിറ്റീവുകളാക്കി മാറ്റുന്ന മൂന്നാമത്തെ ജനത. എൻ്റെ മുമ്പിൽ 10,000-ത്തിലധികം വ്യക്തികൾ ഇരിക്കുമ്പോൾ എനിക്ക് തൊഴുകയോടെ പറയാനുള്ളത്, ഈ 85 വയസ്സ് വരെ ജീവിക്കുന്ന നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് നെഗറ്റീവുകളും അതിനെ പോസിറ്റീവുകളാക്കി മാറ്റാം. അതിനെ തകരാതെ വരളാതെ വളർന്നുകൊണ്ട് പോസിറ്റീവാക്കി മാറ്റാം. അവിടെയാണ് ജീവിതം ഇരിക്കുന്നത്. രാമായണം തുടക്കം മുതൽക്ക് അവസാനം വരെ ട്രാജഡിയാണ്. ബാലിയെ നിഗ്രഹിച്ചു രാമൻ. ആ രാമൻ ബാലിയുടെ ഭാര്യയോട് മാപ്പ് പറയേണ്ടി വന്നു. അതുപോലെ രാമന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ആ രാവണനെ രാമന് കൊല്ലേണ്ടി വന്നു. കൊരങ്ങന്മാരോ വനനരന്മാരോ അവരെ കൊണ്ടൊരു സമുദ്രത്തില് ഒരു വലിയ മതില് അല്ലെങ്കിൽ സേതുബന്ധനം നടത്തേണ്ടി വന്നു. അതെല്ലാം വേദനിപ്പിച്ചുകൊണ്ടായിരുന്നു. രാമായണം തുടക്കം മുതൽക്ക് അവസാനം വരെ രാമന് ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നു. രാമന് ജീവിതാന്ത്യത്തില് സ്വയം സരയൂ നദിയിലിറങ്ങി ദേഹത്യാഗം ചെയ്യേണ്ടി വന്നു. ലക്ഷ്മണനെ ശപിക്കുന്ന രീതിയിൽ മാറ്റേണ്ടി വന്നു. രാമന് ഭാര്യയായ സീതയെ നഷ്ടപ്പെട്ടു. ആ സീതയുടെ മക്കള് 9 വയസ്സാവുന്നത് വരെ, ലവകുശന്മാർക്ക് 9 വയസ്സാവുന്നത് വരെ തൻ്റെ മക്കളെ കാണാൻ പോലും രാമന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ദുഃഖപൂർണമായ ഒരു ആദികാവ്യം, അത് ദുഃഖമാണെന്ന് വായിക്കുന്നവർക്ക് ആർക്കും തോന്നിയിട്ടില്ല. രാമായണം ഒരു ട്രാജഡിയാണെന്ന് ആർക്കും തോന്നിയിട്ടില്ല. എല്ലാവർക്കും തോന്നിയത് രാമായണം ഒരു കോമഡിയാണ്, ഒരു നല്ല പോസിറ്റീവ് ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ ട്രാജഡിയെ കോമഡിയാക്കിയ ഒരു ഗ്രന്ഥം. കോമഡി പ്ലസ് ട്രാജഡി ഇസ് ഈക്വൽ ടു കോജഡി. കോജഡിയാക്കിയ ഗ്രന്ഥമാണ് രാമായണം. ഇപ്പൊ ഈ 24,000 ശ്ലോകങ്ങള് അർത്ഥമറിഞ്ഞുകൊണ്ട് അതിലെ സംഭവങ്ങൾ ഓരോന്നും വിലയിരുത്തി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പ്. അങ്ങനെ ഉറപ്പ് പറയാൻ കാരണം എന്താ അറിയോ? ഈ ലൈറ്റ് എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്നവരുടെ മുഖം എനിക്ക് കാണുന്നില്ല, ബാക്കിയുള്ളവരുടെ മുഖം മുഴുവനും എനിക്ക് കാണുന്നുണ്ട്. ഒരൊറ്റയാള് പോലും ഇത്ര നേരായിട്ട് കോട്ടുവായ വിട്ടിട്ടില്ല. ഒരാള് പോലും ഇത്ര നേരായിട്ട് വാച്ച് നോക്കിയിട്ടില്ല. 6 പേര്
ഇടയ്ക്ക് എഴുന്നേറ്റ് പോയത് ഒരു പക്ഷേ ബസ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ബോറിംഗ് ആയിട്ടാവാൻ സാധ്യതയില്ല, കാരണം അവരും വാച്ച് നോക്കിയിട്ടല്ല പോയത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് നമ്മുടെ പൈതൃകത്തെ, രാമായണത്തെ സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് പഠിക്കാൻ സാധിക്കണം. കുറച്ചു നേരം ജീവിതത്തിൽ ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 28,000 ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. 28,000 ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മള് ഒരു 2 ദിവസം മാറ്റിവെച്ചാൽ വാൽമീകി രാമായണത്തിലെ ഒരു 25 അനുഭവങ്ങള് ബൈഹാർട്ടാക്കാൻ സാധിക്കും. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഹനുമാൻ രാമേശ്വരത്തിൽ നിന്ന്, ധനുഷ്കോടിയിൽ നിന്ന് ലങ്കയിലേക്ക് ചാടിയോ ഗോപാലകൃഷ്ണൻ സാറേ? ചാടിയാലും വിരോധമില്ല, ചാടിയില്ലെങ്കിലും വിരോധമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഒരു മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ആ ഇച്ഛാശക്തി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാല് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങള് ഇച്ഛാശക്തിയുള്ള വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഇംഗ്ലീഷുകാര് കണ്ടുപിടിച്ചതിന് പറയുന്ന പേരാണ് ഹനുമാൻ ഇഫക്റ്റ്. അത് ഇന്ത്യക്കാരുണ്ടാക്കിയ പേരല്ല. ഞാൻ കുറേ കാലം അമേരിക്കയിൽ ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു, കുറേ കാലം ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു, കാനഡയിൽ 1 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഇംഗ്ലീഷുകാരിൽ നിന്നാണ് എനിക്ക് ഈ വാക്ക് കിട്ടിയത്. ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചാൽ അയാൾക്ക് അമാനുഷികമായിട്ടുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഒരു കഥയോ സംഭവത്തിലോ നിന്ന് ഒരു പുതിയ ശാസ്ത്രശാഖ, സൈക്കോളജിക്കൽ ബ്രാഞ്ച്, അത് ഉദയം ചെയ്യാൻ ഹനുമാന്റെ ചരിതം ഉപയോഗിക്കാൻ സാധിക്കും. അഭിമന്യു അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തത് മുഴുവൻ ശ്രവിച്ചു അത്രേ. ഇപ്പോഴത്തെ സയൻസ്, ഗൈനക്കോളജി പറയുന്നു, കുട്ടിക്ക് 3 മാസം അമ്മയുടെ ഗർഭത്തിൽ പ്രായമാകുന്നത് മുതൽക്ക് ആ കുട്ടി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വരെ ആ അമ്മയെ ഉറക്കെ മന്ത്രങ്ങളും ഉപദേശങ്ങളും നന്മ നിറഞ്ഞ കീർത്തനങ്ങളും പ്രാർത്ഥനകളും കേൾപ്പിച്ചാൽ ആ കുട്ടിയില് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ പേര്, ഇംഗ്ലീഷുകാരിട്ട പേര് അഭിമന്യു ഇഫക്റ്റ്. അഭിമന്യു ഇഫക്റ്റ്. നിങ്ങൾ വേദമന്ത്രം കേട്ടാൽ നിങ്ങളുടെ തലച്ചോറിനകത്തുണ്ടാകുന്ന എഫക്റ്റ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. നിങ്ങൾ വേദമന്ത്രത്തിൻ്റെയോ കീർത്തനത്തിൻ്റെയോ അർത്ഥമറിഞ്ഞുകൊണ്ട് ആ മന്ത്രം ചൊല്ലിയാൽ അതിനുണ്ടാവുന്ന എഫക്റ്റ് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. അപ്പൊ ഓർമ്മിക്കുക, 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തിലെ ഓരോ അനുഭവങ്ങളും, അതിൻ്റെ താഴെ 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിലെ കഥകളും അനുഭവങ്ങളും, അതിൻ്റെ താഴെയുള്ള 18 പുരാണങ്ങളിലെയും 18 ഉപപുരാണങ്ങളിലെയും കഥകളിൽ നിന്നും സന്ദേശമെടുത്ത് ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനെ ബാഡ് മൈൻഡിൽ നിന്ന് ഗുഡ് മൈൻഡ് ആക്കിയാൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും. ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് അമ്മിക്കല്ലുകൊണ്ട് ഒന്നും അരക്കേണ്ട ആവശ്യമില്ല, മിക്സിയുണ്ട്. ആട്ടുകല്ല് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറ്റ് ഗ്രൈൻഡർ ഉണ്ട്. തുണി അലക്കേണ്ട ആവശ്യമില്ല, വാഷിംഗ് മെഷീൻ ഉണ്ട്. വിറകുണക്കി തീ കത്തിച്ച് ചായ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഗ്യാസ് ഉണ്ട്. അന്നന്നത്തെ ഭക്ഷണം അന്നന്ന് കഴിച്ചു തീർക്കേണ്ട ആവശ്യമില്ല, 25 ദിവസം വെക്കാനുള്ള ഫ്രിഡ്ജുണ്ട്. വിശറിയെടുത്ത് വീശേണ്ട ആവശ്യമില്ല, ഫാനുണ്ട്. ബോറടിച്ച് വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല, 187 ചാനൽ ഫ്രീ ആയിട്ടുണ്ട്. വൈകുന്നേരം പരസ്പരമുണ്ട്, ചന്ദനമഴയുണ്ട്, കറുത്ത മുത്തുണ്ട്, കുത്തുവാള എടുപ്പിക്കാൻ വേണ്ടത്രയും ചാനലുകള് ധാരാളമുണ്ട്. അപ്പൊ വിഷമമില്ല.
ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ ഓഫീസിൽ പോവണ്ട, ഇന്റർനെറ്റ് ഉണ്ട്. വാട്ടർ ബില്ലടയ്ക്കാൻ, LIC പോളിസി എടുക്കാൻ, ഒരു തീവണ്ടിയുടെ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, ഓണത്തിന് 101 കൂട്ടം കറികളോടുകൂടി സദ്യ, വീട്ടിൽ തീ പോലും കത്തിക്കാതെ തിന്നാൻ, മകളുടെയോ മകന്റെയോ കല്യാണം അച്ഛനും അമ്മയും അനങ്ങാതിരുന്ന് ഈവന്റ് മാനേജേഴ്സിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ മകൾക്ക് ആവശ്യമായിട്ടുള്ള ഭർത്താവിനെ ഉൾപ്പെടെ ഹോൾസെയിലായിട്ട് കൊണ്ടുവന്ന് കല്യാണം നടത്തിത്തരാൻ പാകത്തിനുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന കേരളീയര് ഇന്ന് സ്വർഗത്തിലാ ജീവിക്കുന്നത്. ഇന്ന് സ്വർഗത്തിലാ കേരളീയർ ജീവിക്കുന്നത്. എന്നിട്ടും ലോകത്തില് ഹയസ്റ്റ് ഹാർട്ട് അറ്റാക്ക് റേറ്റ് കേരളീയർക്കാണ്. 48% റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കേരളത്തില്. ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ കേരളത്തില് 29%. ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്കിൻ ഡിസോർഡർ 12.8% കേരളീയർക്ക്. ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഡയബറ്റിക്സ് കേരളത്തില്. ബ്ലഡ് പ്രഷർ കേരളത്തില്. അതുപോലെ സൈക്കോസൊമാറ്റിക് രോഗങ്ങള് കേരളത്തില്. 623 ദിവസം കൊണ്ട് ബയോകെമിസ്ട്രിയിൽ PhD എടുത്ത ഒരേ ഒരു ഭാരതീയൻ എന്ന രീതിയിൽ ഗോപാലകൃഷ്ണൻ പറയുന്നു, ഭാരതത്തിലെ ജനതയുടെ, കേരളത്തിലെ ജനതയുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി മാത്രമല്ല, ആ ജീവിതശൈലിയുടെ കൂട്ടത്തില് നമ്മുടെ പൈതൃകത്തിന്റെ നന്മകൾ കൂടി ചേർക്കാൻ നമുക്ക് മറന്നുപോയി. മുമ്പിലുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ അറിവ്, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അറിവിന്റെ കൂട്ടത്തില് പുറകിലുള്ള നന്മകൾ കൂടി ചേർത്തിരുന്നു എങ്കില് ഉറപ്പിച്ചു പറയാം, ഇന്ന് കേരള ജനതയ്ക്ക് തുല്യമായിട്ട് വരാൻ ലോകത്തിലെ ഒരു ജനതയും ഉണ്ടാവില്ല. ഉറപ്പാണ്. കേരളം മാറുന്നുണ്ട്, അസാധാരണമായി മാറുന്നുണ്ട്. അതെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഓരോ ഭാഗവത സപ്താഹം കഴിയുമ്പോഴും എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. കാരണം ഏറ്റവും വലിയൊരു സദസ്സില് എൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടുന്ന പുണ്യ ദിവസമാണ് ഈ ഭാഗവത സപ്താഹത്തിൽ എൻ്റെ പ്രഭാഷണം എന്നെനിക്ക് തോന്നാറുണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് ദുഃഖവും തോന്നാറുണ്ട്. കാരണം എൻ്റെ ആയുസ്സില് 1 വർഷം കുറയുന്നു. 1997 മുതൽക്ക് ഇന്ന് വരെ മള്ളിയൂര് നടന്ന ഭാഗവത സത്രത്തിൽ ഒഴികെ ബാക്കി എല്ലാ സത്രത്തിലും പ്രഭാഷണം നടക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് കാണാൻ സാധിക്കും, അസാധാരണമായ മാറ്റം കേരളത്തിൽ നടക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഞാനൊരു 5 ഉദാഹരണം, ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ കുറിച്ചാ പറയുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല. ആലോചിച്ച് നോക്കാം, ആരാധ്യനായ പിണറായി വിജയൻ സാറിന്റെ 2 മക്കളും ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും ബൈഹാർട്ടായിട്ട് പഠിച്ചവരാ. അതൊരു മാറ്റല്ലേ? ഒരു മാറ്റല്ലേ? ആരാധ്യനായ അച്യുതാനന്ദൻ സാറ് ഈ വിജയദശമി ദിവസം കുറെ കുട്ടികളെ എഴുത്തിനിരുത്തി, നിങ്ങൾ ഫോട്ടോ കണ്ടു കാണും, എഴുത്തിനിരുത്തി എന്തായിരിക്കും എഴുതിച്ചിരിക്കാൻ സാധ്യത? ഇൻകുലാബ് സിന്ദാബാദ് എഴുതിക്കില്ല, ഉറപ്പാ. ലെനിനായ നമാന്ന് എഴുതിക്കില്ല, സ്റ്റാലിനായ നമഹാന്ന് എഴുതിക്കില്ല. എന്തായിരിക്കും എഴുതിച്ചത്? വെറുതെ ചിന്തിക്കുക. അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ അരുൺകുമാർ എല്ലാ വ്യാഴാഴ്ചയും തൃശ്ശൂരുണ്ടെങ്കിൽ ഗുരുവായൂരിലേക്ക് പോയിരിക്കും. അത് മാറ്റല്ലേ? ആരാധ്യനായ EK നായനാരുടെ ഭാര്യയും മകനും ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് തൊഴുത വാർത്ത മാതൃഭൂമിയിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇത് മാറ്റല്ലേ? അടുത്ത CPM ജനറൽ സെക്രട്ടറി ആകാൻ പോകുന്ന കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ മകൻ 25,000 രൂപ ചോറ്റാനിക്കരയിൽ അന്നദാനത്തിന് കൊടുത്തിരിക്കുന്നു. അച്ഛന് പറയാമായിരുന്നില്ലേ, മകനെ എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ല, നീ ചോറ്റാനിക്കരയിൽ അന്നദാനത്തിന് പൈസ കൊടുക്കരുത്? എന്തേ പറഞ്ഞില്ല?
KR ഗൗരി അമ്മയ്ക്ക് 94 വയസ്സായിട്ട് 30 കൊല്ലായി. അമ്മ DYFIയുടെ മീറ്റിങ്ങിൽ ആലപ്പുഴയിൽ പറഞ്ഞത് നല്ല രസ, മക്കളെ നിങ്ങൾ ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കണം. ആരോടാ പറഞ്ഞേ? RSSകാരോടല്ല, BJPക്കാരോടല്ല, കത്തിജ്വലിക്കുന്ന DYFIക്കാരോട്. അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ 94-ാമത്തെ വയസ്സിലും അവർക്ക് പറയാൻ സാധിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദാസ് ക്യാപിറ്റൽ വായിക്കണമെന്നല്ല, ത്രേതായുഗത്തിലെ രാമായണം, ദ്വാപരയുഗത്തിലെ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കണമെന്ന് പറഞ്ഞപ്പോ കേരളം മാറുന്നില്ലേ? കേരളം മാറുന്നില്ലേ? യുക്തിവാദിയായ നിരീശ്വരവാദിയായ ജസ്റ്റിസ് കൃഷ്ണയ്യര് മരിച്ചു കിടന്നപ്പോൾ മുഖം നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾ? 1 ഏക്കർ ഭസ്മം, അതിൻ്റെ അകത്ത് 1/2 ഏക്കർ ചന്ദനം, അതിൻ്റെ അകത്ത് 15 സെന്റ് കുങ്കുമപ്പൊട്ട്, കഴുത്തിൽ പൂണൂല്. 100-ാമത്തെ വയസ്സില് യേശുദാസ് പാടിയ പോലെ അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും, ഒഴുകാതിരിക്കില്ല. ഞാൻ ഇടയ്ക്ക് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം പറയേണ്ടായി. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥസ്സ ജീവതി. അല്ലയോ അർജുന, കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കാലത്തിനറിയാം നിലനിർത്തേണ്ടതിനെ കാലചക്രം നിലനിർത്തും, അല്ലാത്തതിനെ കാലചക്രം അടിച്ചു തെറിപ്പിക്കും. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, whenever the system in equilibrium is disturbed, whenever the system in equilibrium is disturbed, system will adjust itself in such a way that effect of the disturbance will be nullified. അതിന് മലയാളം ഈക്വലന്റ് ഇല്ല. അത് കാരണം ഞാൻ അതിനെ മലയാളി കരിക്കുന്നില്ല. അതിലൊരു സംസ്കൃതം ഉണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കൈരളി ചാനലിലെ പ്രഗത്ഭനായ ജോൺ ബ്രിട്ടാസ് ആണ് നിലനിൽക്കേണ്ടതെങ്കിൽ ജോൺ ബ്രിട്ടാസ് നിലനിൽക്കും. മാതാമൃതാനന്ദമയ്യാണ് നിലനിൽക്കേണ്ടതെങ്കിൽ മാതാമൃതാനന്ദമയി നിലനിൽക്കും. കാലത്തിനറിയാം ഏതിനെ നിലനിർത്തണം, ഏതിനെ നിലനിർത്തണ്ട. അതാണ് ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ പ്രത്യേകത. ഇന്ന് ദാസ് ക്യാപിറ്റൽ വായിച്ചവരുണ്ടാവാൻ സാധ്യത കുറവാ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിരിക്കുന്നവരുണ്ടാവാൻ സാധ്യത കുറവാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം വായിച്ചവരുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം വായിച്ചവരുണ്ട്, ഉറപ്പാ. ദ്വാപരയുഗത്തിൽ എഴുതിയ ഭാഗവതം കേട്ടവരുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടു, അവിടെ 20 പേപ്പർ MBAക്കുണ്ട്. അതിൽ ഒരു പേപ്പർ ഫുൾ ഭഗവത്ഗീതയാ. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസിനസ് കമ്മ്യൂണിറ്റി ഇൻ US. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസിനസ് കമ്മ്യൂണിറ്റി ഇൻ US. അമേരിക്കയിലെ വൻകിട വ്യവസായികൾക്ക് ഗീത ഒരു പുതിയ മന്ത്രമായി തീർന്നിരിക്കുന്നു. 2011 ജൂലൈ മാസം 9 നാസായിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടിയ ഞാൻ അവിടെ കണ്ടത് 36,000-ഓളം ശാസ്ത്രജ്ഞന്മാരുള്ളതില് അമേരിക്കക്കാരിൽ ഭൂരിഭാഗവും വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ട് ഗവേഷണം നടത്തുന്നു.
നമ്മൾ വേദമന്ത്രത്തെ എന്താ പറഞ്ഞിരുന്നത്? സവർണ, മൂരാച്ചി, ഫാസിസ്റ്റ്, പിന്തിരിപ്പൻ, പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ ചേർത്തോളാം. അങ്ങനെ പിന്തിരിപ്പനായത് ലോകത്തിലെ പ്രസിദ്ധമായ നാസായിൽ ചൊല്ലുന്നു. ഭാരതത്തിലെ വേദങ്ങളെ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് യുനെസ്കോ ഡിക്ലെയർ ചെയ്തു. ബൈബിള് വേൾഡ് ഹെറിറ്റേജ് അല്ല, ഖുറാൻ വേൾഡ് ഹെറിറ്റേജ് അല്ല, ഈ വേദങ്ങൾ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് യുനെസ്കോ ഡിക്ലെയർ ചെയ്തു. അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജൂലൈ മാസം 12-ാം തീയതി. അന്ന് വാഷിങ്ടണിൽ ഉണ്ടാവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് വേദമന്ത്രം ചൊല്ലിയിട്ട് അമേരിക്കയിലെ 14 പ്രോവിൻസുകളില് അവരുടെ അസംബ്ലി സെഷൻ ആരംഭിച്ചത് വേദമന്ത്രങ്ങൾ ചൊല്ലിയിട്ട്. ഓർമ്മിക്കുക, അമേരിക്ക ഭരിക്കുന്നത് BJP അല്ല, അമേരിക്കക്കാരാ ഭരിക്കുന്നത്. അവിടെ നമ്മുടെ വേദമന്ത്രങ്ങള്, നമ്മുടെ സംസ്കൃതം, നമ്മുടെ ആയുർവേദം, നമ്മുടെ വേദഗണിതം, നമ്മുടെ നൃത്യങ്ങള്, നമ്മുടെ സംഗീതം, നമ്മുടെ ഭക്ഷ്യവിഭവങ്ങള്, നമ്മുടേതായിട്ടുള്ള വാസ്തുവിദ്യ, നമ്മുടേതായിട്ടുള്ള അർത്ഥശാസ്ത്രം, നമ്മുടെ ഉപനിഷത്തുക്കള് ആടിമുടി ഒഴുകുന്ന കാഴ്ച. 7 പ്രാവശ്യം അവിടെ പോകാൻ ഭാഗ്യം കിട്ടി, എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അത്ഭുതത്തോടു കൂടി പറയട്ടെ, ആ പൈതൃകത്തിന്റെ അവകാശികളായ എൻ്റെ മുമ്പിലിരിക്കുന്നവര്, അവർ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആരുമാവട്ടെ, ചിന്മയാനന്ദ സ്വാമികളുടെ ഭാഷയില് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും അറിയണം, ഈ രാഷ്ട്രത്തിലെ ഉപനിഷത്തുക്കള്, ഇവിടത്തെ വേദം, ഇവിടത്തെ രാമായണം, ഇവിടത്തെ മഹാഭാരതം, ഇവിടത്തെ പുരാണങ്ങള് ഈ രാഷ്ട്രത്തിലെ ഓരോ വ്യക്തിയുടേതുമാണ്. ആ വ്യക്തികള് അത് പഠിക്കണം. ഈ ധർമ്മം വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നവരത് ചെയ്യണം. ഈ ധർമ്മത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് അത് വിട്ടുപോകാൻ കാരണമായത്. അവർ യേശുക്രിസ്തുവിലാണോ വിശ്വസിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അവിടെ തുടരട്ടെ. ഇസ്ലാമിലാണോ ആചരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അവിടെ തുടരട്ടെ. പക്ഷേ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏത് സമുദായത്തിൽ നിന്നാണോ അവരങ്ങോട്ട് പോയത്, അതേ സമുദായത്തിൽ നിന്ന് തിരിച്ചു വരാൻ അവർക്ക് അവസരം ഉണ്ടാവണം. 33 കോടി ദേവന്മാരുടെ കൂട്ടത്തില് ഒരു യേശുക്രിസ്തുവിനെ വെക്കാൻ ഹിന്ദുക്കൾക്ക് ഒരു വിഷമവും ഇല്ല. 33 കോടി ദേവന്മാരുടെ കൂട്ടത്തില് ഒരു അല്ലാഹുവിനെ വെക്കാൻ ഹിന്ദുക്കൾക്ക് ഒരു വിഷമവും ഇല്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തില് ഒരു ബൈബിളും ഖുറാനും വെക്കാൻ ഹിന്ദുവിന് എന്നും സാധിക്കും. പക്ഷേ ക്രിസ്ത്യാനിക്ക് സാധിക്കുമോ യേശുക്രിസ്തുവിന്റെ കൂട്ടത്തിൽ കൃഷ്ണനെ വെക്കാൻ? മുസ്ലിമിന് സാധിക്കുമോ അള്ളാഹുവിന്റെ കൂട്ടത്തില് ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ വെക്കാൻ? വെറുതെ ചിന്തിച്ചു നോക്കാം. ഏതെങ്കിലും ബസ്സില്, ഏതെങ്കിലും ഹോട്ടലില് അഭയും യേശുക്രിസ്തുവും ശ്രീകൃഷ്ണനും 3 പേരുടെ ചിത്രമുണ്ടെങ്കിൽ ആ ബസ് ഒരു ഹിന്ദുവിൻ്റെതാണെന്ന് ഉറപ്പാണ്. ആ ഹോട്ടല് ഒരു ഹിന്ദുവിൻ്റെതാണെന്ന് ഉറപ്പാണ്. ഒരു ക്രിസ്ത്യാനിയും മറിച്ച് ചെയ്യില്ല. വലിയ മെത്രോപൊലീത്ത കേട്ട് കാണും, റിനി ടോണി എന്ന് പറയുന്ന ഒരു അമ്മച്ചി, പാട്ട് പാടിക്കൊണ്ട് ജനിച്ചപ്പോ തന്നെ ചിരിച്ചുകൊണ്ട് വന്ന അമ്മച്ചിയാ, മരിക്കുന്നത് വരെ അത് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു അമ്മച്ചി. മെട്രോപൊലീത്തയെ ഇന്റർവ്യൂ നടത്തിയപ്പോ മെട്രോപൊലീത്തയോട് ചോദിച്ചു, അങ്ങ് ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോവാറുണ്ടല്ലോ, അങ്ങ് ക്ഷേത്രങ്ങളിലെ പ്രസാദം കഴിക്കാറുണ്ടല്ലോ. അപ്പം മെത്രോപൊലീത്ത മറുപടി പറഞ്ഞ എന്താ അറിയോ? ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെയുള്ളവരോട് ചോദിക്കും, ഇത് ഏത് ദൈവമാണെന്ന്. അവര് പറയും ഇതൊരു ദൈവമാണ്. അപ്പൊ ഞാൻ പൂജിച്ച ദൈവവും അതേ ദൈവം തന്നെയാണ് ഇവിടെയും ഉള്ളതെങ്കിൽ വേറൊരു ദൈവം ഇല്ലല്ലോ. അപ്പൊ യഹോവ ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്രോപൊലീത്ത പറയാണ്, അതേ ദൈവത്തെയാണ് ഞാൻ അമ്പലത്തിലും കണ്ടത്, അതേ ദൈവത്തെയാണ് പള്ളിയിലും കണ്ടത്. ആ മെത്രോപൊലീത്തയെയാണ് ഭാഗവത സത്രവേദിയില്
മാലയിട്ട് സ്വീകരിക്കേണ്ടത്. അത് ഈ ലോകത്തിലെ നന്മ നിറഞ്ഞ ആ മെത്രാപ്പൊലീത്തയോട് ചോദിച്ചു, അമ്പലത്തിലെ പ്രസാദം തന്നാൽ നിങ്ങൾ കഴിക്കുമോ? കഴിക്കുന്നതിന് മുമ്പ് തന്ന ആളോട് ഞാൻ ചോദിക്കും, ഇതെന്താണ്? അവര് പറയും, ഇത് ദൈവത്തിന്റെ പ്രസാദമാണെന്ന്. അപ്പൊ ദൈവത്തിന്റെ പ്രസാദമാണ്, ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ ആ ദൈവത്തിന്റെ പ്രസാദം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് ഞാൻ കഴിക്കാറുണ്ട്. അറിയണം, ക്രൈസ്തവരുടെ ഇടയ്ക്ക് നല്ല ചിന്താധാരകൾ വളരുന്നുണ്ട്. ഇത്രയും ജനത നിങ്ങളുടെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളോട് തൊഴുകയോടെ, കളിയാക്കാതെ, വേദനിപ്പിക്കാതെ, നല്ല സതുദ്ദേശത്തോടു കൂടി പറയണം, യേശുദേവനെ ആണിയടിച്ച കുരിശ് പാപത്തിന്റെ ലക്ഷണമാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആ തോക്ക് പൂജിക്കുന്ന മാതിരി ആവരുത്. പരമപൂജനീയ യേശുദേവന്റെ രക്തം കുടിക്കുന്നു എന്ന ഭാവേന വീഞ്ഞ് കഴിക്കരുത്. പരമപൂജനീയ യേശുദേവന്റെ ശരീരം തിന്നുന്നു എന്ന ഭാവത്തില് അപ്പം കഴിക്കരുത്. മനുഷ്യനെ അല്ലയോ പാപികളെ എന്ന് അഭിസംബോധന ചെയ്യരുത്. അത് നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കും. അവരുടെ രക്തവും ഭാരതത്തിലെ രക്തമാണ്, അവർക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ജന്മദിനത്തിന് കേക്ക് വെച്ച് മെഴുകുതിരി കത്തിച്ച് ഊതിക്കെടുത്തി കേക്ക് മുറിക്കുന്നത്. എന്തിനാ ഊതിക്കെടുത്തുന്നത്?